ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിന്നൊരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യണത്. ഇതൊരു മോരുകാച്ചിയതാണ്. കഷ്ണങ്ങളൊന്നും ഇടാതെയാണ് നമ്മൾ ചെയ്യണത്. അതിനായിട്ട് 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, തക്കാളി ഒരെണ്ണം, 2-3 കഷ്ണം വെളുത്തുള്ളി വേണം, 5-6 പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, അതിഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ ജീരകം, കടുക്, മഞ്ഞൾപ്പൊടി, ഒരു തൈര്. ഇത് പുളിയില്ലാത്ത തൈരാണ്. നിങ്ങൾ പുളിയുള്ളതാണ് എടുക്കണമെങ്കിൽ പകുതി എടുത്താൽ മതി. സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് വേപ്പിലയാണ്. 2-3 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 6 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വാടി വരണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി അരിഞ്ഞു വെച്ചേക്കണ വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. നിങ്ങൾക്കിത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. നമ്മളൊരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സവാളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണത്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. നന്നായി ഒന്ന് വാടി വരണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. 1 തക്കാളി ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കളർ അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 3/4 ടീസ്പൂൺ ആകുമ്പോഴാണ് കളർ വരണതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ പുളിയില്ലാത്ത തൈര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ഫുൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്കിനി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ പകുതി വെള്ളവും പകുതി തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. കട്ട തൈരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കടഞ്ഞെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടോ അല്ലെങ്കിൽ ഒന്ന് കടകോലുകൊണ്ടോ ഒന്ന് കടഞ്ഞെടുത്താൽ മതി. നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ഫ്ലെയിം കൂട്ടി വെച്ച് തിളക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് തിളക്കാതെ സൂക്ഷിക്കുക. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നമ്മൾ തേങ്ങയും കഷ്ണമൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയേക്കണത്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു മോരുകാച്ചിയത് തന്നെയാണ്. ഈ ലോക്ക്ഡൗണിന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.